കിനാവിൻ്റെ തീരത്ത് ഭാഗം 78-79. പൂർണ്ണ മനസ്സോടെ ആയിരിക്കുമോ അവൾ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞിട്ടുണ്ടാവുക? അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ ആയിരിക്കുമോ? അവർ ജീവിതം തുടങ്ങിയിട്ടുണ്ടാകുമോ? ചിന്തകൾ കാടുകയറിയപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഒരിക്കൽ തനിക്ക് മാത്രം എന്ന അഹങ്കാരത്തോടെ ചിന്തിച്ചിരുന്ന അവളുടെ ശരീരം സുധി സ്വന്തമാക്കിയിട്ടുണ്ടാവുമോ? ആ ചോദ്യം അവൻ്റെ മനസ്സിനെ വല്ലാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചു. മീര തൻ്റേതാണെന്ന് വീണ്ടും ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നി. തെറ്റാണെന്നറിയാം, പക്ഷെ അംഗീകരിക്കാൻ മനസ്സിന് സാധിക്കുന്നില്ല. ഒരു നിമിഷം സുധി വിളിച്ചപ്പോൾ താൻ ഇവിടേക്ക് വരാമെന്ന് പറയാൻ തോന്നിയ നിമിഷത്തെപ്പോലും അവൻ ശപിച്ചിരുന്നു. വേണ്ടിയിരുന്നില്ല. ഒരിക്കൽ കൂടി ഒരു കൂടിക്കാഴ്ച. ഒരു ഫോൺ വന്നതും കാര്യമായി ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുധി. റെഡിയാവാൻ പറഞ്ഞിട്ട് പോയതാണ് മീരയോട് അവൻ. നിലക്കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. സുധിയേട്ടനോടൊക്കെ തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ കരുതി. പക്ഷേ ഈ നിമിഷം താനത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൂടി ഇല്ലാതാവില്ലേ? സമയവും സന്ദർഭവും നോക്കി പറയുന്നതായിരിക്കില്ലേ നല്ലത്? അവൾ ചിന്തിച്ചു. മാത്രമല്ല, ഇപ്പോൾ സുധിയുടെ എല്ലാം തുറന്നു പറയാൻ അവൾക്ക് തോന്നിയില്ല. കാരണം ഇരു കുടുംബങ്ങളും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല. ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ വീണ്ടും എല്ലാവരുമായി സഹകരണം തുടങ്ങിയിട്ട്. താൻ കാരണം സുധിയും അർജുനും തമ്മിൽ ഇനിയും അകന്നാൽ അതും തൻ്റെ കുഴപ്പമാണെന്ന് മാത്രമേ സതി അടക്കമുള്ളവർ പറയുകയുള്ളൂ. മാത്രമല്ല, താൻ കാരണം സുധി കുടുംബത്തിലുള്ള ആരുമായും വഴക്കുണ്ടാക്കുന്നത് അവൾക്കിഷ്ടമല്ല. സ്വാഭാവികമായും ഇക്കാര്യം താൻ പറയുമ്പോൾ സുധിക്ക് അജുവിനോട് ഒരിഷ്ടക്കുറവ് തോന്നും. ഏത് ഭർത്താവിനാണ് സ്വന്തം ഭാര്യയുടെ മുൻ കാമുകനോട് ഇഷ്ടം തോന്നുന്നത്? പക്ഷേ പറയാതിരുന്നാൽ അത് ബാധിക്കുന്നത് തൻ്റെ ജീവിതത്തെയാണ്. ഒരിക്കൽ മറ്റാരെങ്കിലും പറഞ്ഞ് സുധിയേട്ടൻ എല്ലാം അറിഞ്ഞാൽ എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ താൻ എന്തിനിക്കാര്യത്തിൽ മാത്രം ഒരു മറ കണ്ടെത്തി എന്ന് സുധിയേട്ടൻ ചിന്തിക്കും. അത് ചിലപ്പോൾ തൻ്റെ കുടുംബം തകരാൻ തന്നെ കാരണമാകും. സുധിയേട്ടൻ തന്നിൽ നിന്ന് അകലാനുള്ള ഏറ്റവും വലിയ പ്രശ്നമായി അത് മാറില്ലേ? അത് തനിക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല. സുധി ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇപ്പോൾ തനിക്ക് കഴിയില്ല. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെയായിരുന്നു മീര. താനിവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാണോ? എത്ര നേരമായി ഞാൻ പറയുന്നു റെഡിയാകാൻ? എന്താ കുറച്ച് ദിവസം വീട്ടിൽ നിന്നപ്പോൾ എൻ്റെ കൂടെ വരണ്ടാന്ന് തോന്നിയോ? കുസൃതിയോടെ പിന്നിൽ വന്ന് സുധി ചോദിച്ചപ്പോൾ ഒരു വല്ലാത്ത വേദന അവളുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ പെട്ടെന്ന് കണ്ണുകൾ നിറച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരയാൻ തുടങ്ങി. ആ നിമിഷം അവനും വല്ലാതെയായി. അവൾക്ക് ആ നിമിഷം ആവശ്യം അവൻ്റെ തലോടലായിരുന്നു. ഒന്ന് തലചായ്ക്കാൻ ആ നെഞ്ചകമായിരുന്നു. അയ്യേ, എന്താണോ ഇത്? ഞാനൊരു തമാശ പറഞ്ഞതിനാണോ താനിങ്ങനെ കരയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അതിന് താനെന്തിനാ ഇങ്ങനെ കരയുന്നത്? പെട്ടെന്നാണ് അവൾക്കും സ്വബോധം വന്നത്. അവൾ അവനിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ബലമായി അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഒന്നുകൂടി ഇറുക്കി പുണർന്നു. ശേഷം അവളുടെ നനഞ്ഞ കവിളിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. തൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. എന്നെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം തൻ്റെ മുഖത്തില്ല. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് അമ്മയും സഹോദരങ്ങളെയൊക്കെ വിട്ട് എൻ്റെ കൂടെ വീണ്ടും വരണമല്ലോ എന്ന് കരുതിയിട്ടാണെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. സുധിയേട്ടൻ്റെ ഒപ്പം വരുന്നത് എനിക്ക് അത്രയ്ക്ക് വിഷമമാണെന്നാണോ കരുതിയത്? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇങ്ങനെ ഒരു തൊട്ടാവാടി പെണ്ണ്, ഞാൻ വെറുതെ ചോദിച്ചതല്ലേ. ഇത്രയും ദിവസം നീ സ്വന്തം വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എൻ്റെ കൂടെ വരുന്നതിന് നിനക്ക് വിഷമം ഉണ്ട് എന്നല്ല. എൻ്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കാൻ ഇവിടെ നീ മാത്രമല്ലേ ഉള്ളൂ. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞപ്പോൾ ഒരു കുറ്റബോധം അവളിൽ പിടിമുറുക്കി. ഈ നിമിഷം തന്നെ അവനോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ കരുതി. എനിക്ക് സുധിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. ആ ചെറുക്കൻ നിന്ന് വിഷമിക്കാണ്. അവൻ എപ്പോൾ വന്നതാണെന്നറിയാമോ? മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. അങ്ങോട്ട് വരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഇനി താമസിച്ചാൽ അതിനുള്ള കുറ്റവും തനിക്കും തൻ്റെ അമ്മയ്ക്കും ആയിരിക്കും. വെറുതെ എന്തിനാ അമ്മയെ കൂടി പഴി കേൾപ്പിക്കുന്നത്? നമുക്ക് വേഗം പോകാം. എന്നിട്ടേ വീട്ടിലെ അവസ്ഥയൊക്കെ ഒന്നറിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ 2 ദിവസം നിൽക്കുകയും ചെയ്യാം. എനിക്ക് ലീവ് കുറച്ചേ ഉള്ളൂ. സുധി അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് അവനോട് പറയുന്നത് എന്നായി അവളുടെ ചിന്ത. ഞാൻ വിനോദിനെ ഒന്ന് വിളിച്ചിട്ട് ഓടി വരാം. അപ്പോഴേക്കും നീ റെഡിയാവ്. ബാക്കി വിഷമമൊക്കെ ഞാൻ രാത്രി തീർത്തു തരാം. കുസൃതിയോടെ അവളുടെ ചെവിയിൽ കടിച്ചു പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. പോയപ്പോൾ നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ മീരയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ. പെട്ടെന്ന് കയ്യിൽ കിട്ടിയിരുന്ന ഒരു ചുരിദാർ എടുത്തിട്ടു. മുടി വെറുതെ ഒന്ന് കുളിപ്പിന്നലിട്ടു. ഒരു ഇത്തിരി പൗഡർ പോലും ഇട്ടിരുന്നില്ല. കുറച്ചു മുമ്പ് സുധിയേട്ടനെ കണ്ടപ്പോൾ താൻ എത്രത്തോളം സന്തോഷിച്ചതാണ്. എന്നാലിപ്പോൾ അതിൻ്റെ ഒരംശം പോലും സന്തോഷം
തനിക്ക് തോന്നുന്നില്ല. തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയാണിപ്പോൾ അജു. അവൻ്റെ സാന്നിധ്യം തന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാം സുധിയേട്ടനോട് തുറന്നു പറഞ്ഞാൽ തനിക്കൊരല്പ ആശ്വാസം ലഭിക്കും. പക്ഷെ അതിന് പറ്റുന്ന ഒരു സാഹചര്യവുമല്ല. മീര, ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സുധിയുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. എങ്കിലും നീ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും തന്നു വിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു പഴിയാവും. നമ്മുടെ പറമ്പിലുണ്ടായ കുറച്ച് കാച്ചിലും ഏത്തക്കായും ചേനയൊക്കെ. അവരെന്തെങ്കിലും പറഞ്ഞാലും നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇതൊക്കെ വെച്ച് സുധിക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. നീയല്ലേ പറഞ്ഞത് അവന് കായ്ത്തോരൻ വലിയ ഇഷ്ടമാണെന്ന്? ഞാൻ ഇത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ നിങ്ങളിന്ന് കഴിക്കാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. നീ ഏതായാലും അവിടെ ചെല്ലുമ്പോൾ അവന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കി വെക്കാം. അവൾക്കരികിലേക്ക് വന്ന് മാധവി അത് പറഞ്ഞ് ഒരു വലിയ കവർ അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ യാന്ത്രികമായി അത് വാങ്ങുകയാണ് അവൾ ചെയ്തത്. താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുപോലും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വലിയ ആപത്ത് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ അവളുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. അജു കാരണം താനും സുധിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമോ എന്ന ഭയം അവളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് അറിയാതെ അവൾ കൈവച്ചു പോയി. അങ്ങോട്ട് പോകാൻ തയ്യാറായപ്പോഴും മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നത് പോലെ തോന്നിയിരുന്നു. സുധിയാണെങ്കിൽ അത്യാവശ്യം നല്ല സന്തോഷത്തിലാണ്. ഒരു വലിയ ബാഗ് അവളുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ വാങ്ങിയതാണ്. പെട്ടെന്ന് വന്നതായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അവൾ ആ ബാഗിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ബാഗിനകത്ത് നിറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെന്നോ? ഒരു കുസൃതിയോടെ മീര ചോദിച്ചു. സാധനങ്ങളൊന്നുമില്ലടോ, ആകപ്പാടെ ഉള്ളത് കുറച്ച് സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും പാൽപ്പൊടിയും സോപ്പും സ്പ്രേ പിന്നെ ടൈഗർ ബാം, അങ്ങനെ ഗൾഫുകാരുടെ സ്ഥിരം കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല സുധിയേട്ടാ. എന്തിനാ വെറുതെ കാശ് കളയുന്നത്? നമ്മുടെ അവസ്ഥ ഇവിടെ അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ അറിയാവുന്നതല്ലേ. എങ്കിലും മരുമകൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ നാണക്കേട് തൻ്റെ അമ്മയ്ക്കല്ലേ. അത്രയും പറഞ്ഞ ബാഗ് അവളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരുന്നു അവൻ. അതിനുശേഷം അവിടെ ഇവിടെയായി കഷണ്ടി തെളിയാറായ മുടി ഒന്നുകൂടെ ചീകി വൃത്തിയാക്കി ഒതുക്കി വെച്ചു. ബാഗ് കൊണ്ട് അമ്മയ്ക്കരികിലേക്ക് നടക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമാണെന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നു മീര. ഇതൊന്നും ഇപ്പോൾ വേണ്ടിയിരുന്നില്ല. മാധവി ബാഗ് വാങ്ങിക്കൊണ്ട് അവളോട് പറഞ്ഞു. അമ്മ, ഇതൊക്കെ സുധിയേട്ടനോട് തന്നെ പറ. ഞാനും പറഞ്ഞതാണ്. അവൻ ആദ്യമായി തരുന്നതല്ലേ. നിങ്ങളിനി സുധി പോകുന്നതിന് മുൻപ് ഇങ്ങോട്ട് വരല്ലേ മോളെ? അവളുടെ മുഖത്തേക്ക് നോക്കി മാധവി ചോദിച്ചു. വരൂ അമ്മേ. സുധിയേട്ടൻ പറഞ്ഞു അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിൽക്കാനായിട്ട് വരാമെന്ന്. എന്നാണെന്ന് വിളിച്ചു പറയാം. ഏറെ സന്തോഷത്തോടെയാണ് അനുജത്തിമാരും അമ്മയും മീരയെ യാത്രയാക്കിയത്. കാറിനരികിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയതാളം മുറുകുന്നുണ്ടായിരുന്നു. കാറിനോട് ചേർന്ന് തന്നെ അർജുൻ നിൽക്കുന്നുണ്ട്. സുധിയെ കണ്ടതും അവൻ അരികിലേക്ക് നടന്നു വന്നിരുന്നു. ഒരു നിമിഷം മീരയുടെ മുഖത്തേക്ക് അവൻ നോക്കി. പരസ്പര നോട്ടങ്ങൾ ഇടഞ്ഞു. ഓർമ്മകളുടെ ഒരു വലിയ പേമാരി പെയ്തു തന്നെ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അവൾ നോട്ടം മാറ്റിയിരുന്നു. പുറകിലത്തെ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. സുധി അർജുനൊപ്പം മുൻപിലാണ് കയറിയിരുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ സുധിയും അർജുനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെയാണ്. നിനക്കിപ്പോൾ 28 വയസ്സാവാറായില്ലേ? നീ കല്യാണമൊന്നും നോക്കുന്നില്ലേ? നല്ലൊരു ജോലിയൊക്കെ ശരിയായ സ്ഥിതിക്ക് ഇനി അതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സുധി അർജുനോടായി പറഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അരികിലുള്ള മിറർ ഒന്നുകൂടി ശരിക്ക് വെച്ച് അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവനൊന്ന് നോക്കിയിരുന്നു. ശേഷം മിറർ ഒന്നുകൂടി അവളെ കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സുധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഏട്ടാ. എന്താടാ, നിനക്ക് വല്ല കൊളുത്തും ഉണ്ടോ? ഒരു കുസൃതിയോടെ സുധി ചോദിച്ചു. കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ? അവൻ്റെ മുഖഭാവം കണ്ടതുകൊണ്ട് സുധി ചോദിച്ചു. ഉള്ളംകൈ മുതൽ തല വരെ വിയർക്കുന്നത് മീര അറിഞ്ഞു. വല്ലാത്തൊരു ഭയം അവളെ മൂടുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു സുധിയേട്ടാ. ഇപ്പോൾ ഒരുപാട് അകലെയാണ്. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് കൈവിട്ടു പോയതാണ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അതുപോലെ നല്ലൊരു പെൺകുട്ടി എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കല്യാണം വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. മീരയുടെ മുഖത്തേക്ക് നോക്കിയാണ് അർജുൻ പറഞ്ഞത്. പുറത്തെ കാഴ്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സുധി അത് കണ്ടിരുന്നില്ല. സുധി പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നീ എന്തൊരു മണ്ടത്തരാ പറയുന്നത്? ഒരു പെണ്ണുമായുള്ള ബന്ധം ഇല്ലാതായി എന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്നോ? ഒരു ജീവിതം കളയാമെന്നോ? ഒരു പ്രണയവും അതിൻ്റെ നഷ്ടമൊക്കെ ഇപ്പോൾ ആർക്കാ ഇല്ലാത്തത്? അതിൻ്റെ പേരിൽ വിവാഹം വേണ്ടെന്നൊക്കെ വെക്കുന്നത് മണ്ടത്തരമാണ്.
ഇപ്പോഴല്ല അതിൻ്റെ ബുദ്ധിമുട്ടും കുറവും ഒന്നും അറിയാൻ പോകുന്നത്. ഒന്നാമത് നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോനാണ്. അവർക്കും കാണില്ലേ നിൻ്റെ ഒരു കുട്ടിയെ എടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ. നീ തൽക്കാലം മറ്റു കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഒരു വിവാഹം കഴിക്കാൻ നോക്ക്. ഇപ്പോൾ തന്നെ നിനക്ക് അതിനുള്ള സമയമായിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ, അവർക്കൊരു കൂട്ട് വേണ്ടേ? ഒന്ന് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ. നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ സുധിയേട്ടാ. അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ഇത് എനിക്ക് നേടാവുന്ന ഉയരത്തിലായിരുന്നു, എന്നിട്ട് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതാ. അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ കൈകളിലേക്ക് അതെത്തിയപ്പോൾ മാത്രമാണ്. അജു പറഞ്ഞു. നിനക്കുള്ളതായിരുന്നില്ല, ആയിരുന്നെങ്കിൽ നിനക്ക് കിട്ടിയനെ. അങ്ങനെ കരുതിയാൽ മതി. സുധി അവനെ ആശ്വസിപ്പിച്ചു. ആ നിമിഷം മിററിലൂടെ അവളുടെ മുഖത്തേക്കാണ് അർജുൻ നോക്കിയത്. വല്ലാത്തൊരു വിഭ്രാന്തി അവളെ പിടികൂടിയിരുന്നു. അവൻ്റെ കണ്ണുകളെ എന്തുകൊണ്ടോ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അർജുനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സുധിയോട് തുറന്നു പറയണമെന്ന് ഒരു തീരുമാനത്തിൽ ആ നിമിഷം അവൾ എത്തിയിരുന്നു. ഇല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ അത് വളരെ പ്രതികൂലമായ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ തന്നെ എന്തോ ഒരു കള്ളം ചെയ്യുന്നത് പോലെയുള്ള തോന്നലാണ്. സുധിയേട്ടനെ മറച്ചൊന്നും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ആ നിമിഷം തന്നെ അവൾ ഒരു തീരുമാനം എടുത്തിരുന്നു. താനെന്താണോ മിണ്ടാതിരിക്കുന്നത്? ഇവൻ വിചാരിക്കും തനിക്ക് ജാടയാണെന്ന്. പുറകിലേക്ക് നോക്കി മീരയോടായി സുധി ചോദിച്ചിരുന്നു. വരുത്തിവെച്ച ഒരു പുഞ്ചിരി മാത്രമാണ് അവൾ അതിന് മറുപടിയായി നൽകിയത്. ഇയാളിങ്ങനെ അധികം മിണ്ടുന്ന ടൈപ്പല്ല കേട്ടോ. നീ മറ്റൊന്നും തെറ്റിദ്ധരിക്കണ്ട. കല്യാണം കഴിച്ച് ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്നോട് തന്നെ ശരിക്കും മിണ്ടി തുടങ്ങിയത്. കുറച്ച് നാണം കുടുങ്ങിയ ടൈപ്പാണ്. സുധി പറഞ്ഞപ്പോൾ നൊമ്പരത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരിയാണ് അജു അതിന് മറുപടിയായി നൽകിയത്. അത് സാരമില്ല സുധിയേട്ടാ, എന്നെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാവും. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴും ശരീരം വിയർക്കുന്നത് മീര അറിഞ്ഞിരുന്നു. സുധിയേട്ടന് എത്ര നാളുണ്ട് ലീവ്? കുറച്ച് ലീവേ ഉള്ളൂ. ഇയാളുടെ പഠിത്തം ഈ വർഷം കൊണ്ട് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സ്കൂളിൽ ജോലിക്ക് കയറ്റണം. അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് നാട്ടിൽ വന്ന് ഭാര്യയുടെ ചിലവിൽ ജീവിക്കാം. അതെങ്ങനെയുണ്ട്? രസകരമായി സുധി പറഞ്ഞപ്പോൾ ആ തമാശയിൽ പങ്കുചേർന്നു എന്നതുപോലെ അർജുൻ ഒന്ന് ചിരിച്ചു. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിലും എൻ്റെ ശ്രീമതി ഒന്ന് ചിരിക്കുമെന്ന് കരുതി. എന്തൊരു ഏർപ്പെടുത്തമാണോ ഇത്? പുറകിലേക്ക് നോക്കി സുധി ചോദിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു പുഞ്ചിരി അവൾ നൽകിയിരുന്നു. ഹൃദയം അപ്പോഴും വേലിയേറ്റത്തിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല. എങ്ങനെയും ഒക്കെ സുധിയോട് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്ക് ലഭിക്കണമെന്ന് മാത്രമാണ് ആ നിമിഷം അവൾ പ്രാർത്ഥിച്ചിരുന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.